സഹൽ ബ്രോ നമുക്ക് മെസ്സേജ് ഉണ്ട്. സഹൽ ബ്രോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ട് നൈസായിട്ട്. സോ ടിപ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം വിഗന്ധിയാണ്. നമ്മുടെ മഞ്ഞുമലയിലെ നാട്ടിലാണ് നിന്ന് നമ്മുടെ അടി നടക്കാൻ പാടുന്നത്. ഇന്ന് ഒരു ഡിന്നർ അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം സാനോക്കിൽ എന്താണ് ഉണ്ടായത്? സാനോക്കിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ നൈസായിട്ട് അവസാനത്തെ സോണിൽ 3 ടീം വന്നു. വെനം വന്നു, TXN വന്നു, പിന്നെ ആരാണ് വന്നത്? വെനം, TXN, പിന്നെ LMX, അങ്ങനെ 3 ടീമാണ് വന്നത്. ആ 3 ടീമുകളുടെ ഇഞ്ച് പോരാട്ടത്തിൽ അവസാനം ടോക്സിക് നാഷനാണ് ഡിന്നർ അടിച്ചത്. നൈസ് കളിയായിരുന്നു ഇന്നലെ. അതുപോലെ ഇന്നും നമുക്ക് നല്ലൊരു ത്രില്ലിംഗ് മാച്ച് കിട്ടുമെന്ന് നമുക്കൊന്ന് വിചാരിക്കാം, ആശിക്കാം. സോ നമ്മുടെ എപ്പോഴത്തെയും പോലെ ടോപ്പികളുടെ സ്വന്തം സഹൽ വന്നിട്ടുണ്ട് ഇവിടെ. സോ ഇതുവരെയും 35 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ടീമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വരട്ടെ എന്ന് നോക്കാം. ഇതുവരെ ഫുൾ സ്ക്വാഡ് ആരൊക്കെ വന്നിട്ടുണ്ട്? ടിപ്പിൻ്റെ പിള്ളേർ മൊത്തം എത്തിയിട്ടുണ്ടല്ലോ. ഫ്യൂസ് വന്നിട്ടുണ്ട്, വുഡ്മാൻ, കർമ്മ, വെനം. പറഞ്ഞില്ല, അതേ കർമ്മ അടിപ്പോയി അതിനായിരിക്കും. പിന്നെ LMXൻ്റെ സൈക്കോ ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, ബീറസ് ഉണ്ട്, നേടുണ്ട്. ഇതുവരെയും ഇവരാണ് LMX ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. അവർ മൊത്തം 92 പോയിൻറ്റോടുകൂടി. LMX ആണ് ഫസ്റ്റ്, TSS ആണ് സെക്കൻഡ് 55 പോയിൻറ്റോടുകൂടി. തൊട്ട് പിന്നിൽ തന്നെ ടോക്സിക് നാഷണൽ പിള്ളേരുണ്ട് 51 പോയിൻറ്റുമായിട്ട്. ബൈറ്റ് ഉണ്ട് 42 പോയിൻറ്റുമായി. ടോപ്പിൻ്റെ പിള്ളേർ വരുന്നുള്ളൂ. വന്നിട്ടില്ല. ടോപ്പിൻ്റെ പിള്ളേർ വന്നിട്ടില്ല. വരുമായിരിക്കും, വരേണ്ടതാണ്. കാരണം അവരിതുവരെയായിട്ടും വരാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അവരെന്തായാലും വരും, നമുക്ക് നോക്കാം. സോ LMX വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം V2ൻ്റെ സെക്കൻഡ് സ്ക്വാഡ്. ടീം V2 2 സ്ക്വാഡായിട്ടുണ്ട്. ഇന്നലെ അവർ കയറിയില്ല, ഇന്ന് കയറിയിട്ടുണ്ട്. ടീം V2 സ്പൈഡി, നോക്സ്, വോൾഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ V2 ലീതിൽ വന്നിട്ടുണ്ട്, ആൽഫ വന്നിട്ടുണ്ട്, ഗോഡ് ഒപ്പി റെഡിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ സ്പാർട്ട പ്ലെയർ ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സ്പാർട്ട KD ഉണ്ട്, വൈറ്റേക്ക് ഉണ്ട്, ജാക്ക് ഉണ്ട്, ഫ്രീക്ക് ഉണ്ട്. അങ്ങനെ വൈറ്റിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. CIDയുടെ പണീഷർ, എൻ്റർടൈനർ മാത്രം വന്നിട്ടുള്ളൂ. VSOPയുടെ പിള്ളേർ വന്ന് ആകെ ഗ്ലെൻ മാത്രം വന്നിട്ടുള്ളൂ. ബാക്കി കാര്യത്തിൽ നമ്മുടെ TSS വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യ ദിവസം ഡിന്നർ അടിച്ച TSSൻ്റെ ജിൻ ഉണ്ട്, സിഡോപ്പ് ഉണ്ട്, ഫേസ് ഉണ്ട്, ബെക്കാടി വന്നിട്ടുണ്ട്. പറയുമ്പോഴേക്കും ഓരോരുത്തർക്ക് ചടിപ്പോകണല്ലോ ഈശ്വര. DTRൻ്റെ റെക്സും ഷ്രെല്ലും വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ വന്നിട്ടില്ല. ടസ്കേഴ്സ്, TSൻ്റെ ഇൻസൈം വന്നിട്ടുണ്ട്, അഗുര വന്നിട്ടുണ്ട്, എസ്റ്റൽ കോൺഗ്രക്ക്, റെഡ് എക്സ്, ജോക്കർ വന്നിട്ടുണ്ട്, ഗോഡോപ്പി എവിടെയുണ്ട് ഒരു ഗോഡോപ്പി, ചോക്കോ ഉണ്ട്, ഹീലർ ഉണ്ട്, വനത്തിൻ്റെ പിള്ളേർ വെനുണ്ട്, റോഷ് ഉണ്ട്, ലിയോൺ വനത്തിലെ മെമ്പറാണ്, അപ്പോൾ കുഴപ്പമില്ല. ലിയോണ്ട് ഓക്സിൻ്റെ സ്പെക്ടർ ഉണ്ട്, ക്രീപ്പർ ഉണ്ട്, ഫ്യൂറി ഉണ്ട്. അതുപോലെ CID ജെയിംസ് ഷാറുണ്ട്, പണീഷർ ഉണ്ട്. CIDയുടെ സെക്കൻഡ് സ്ക്വാഡാണ് ഇതും. മോനെ ജോർജ് ഗ്രൂട്ടാണ്. ഇതാണ് ജോർജ്, വാർണയാന്ന് തോന്നുന്നത്. മോനെ ബീക്കൻ, സ്പാരോ, വൈപ്പർ, ക്രോണോസ്. മോനെ CIDയുടെ സെക്കൻഡ് സ്ക്വാഡ് വന്നിട്ട് സച്ചിൻ വന്നിട്ട്, സൗരവും വന്നിട്ടുണ്ട്, ജെയിംസ് ഷാരോണും വന്നിട്ടുണ്ട്. ഏജിയൻ ബാബ് ട്രോയാന്ന് തോന്നുന്നു. ട്രോയാണ് നമ്മുടെ V2ൻ്റെ ആണെന്നറിയില്ല. V2 അല്ല, ട്രോയ. അങ്ങനെ പിള്ളേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. KLൻ്റെ കുർലൂസ് വന്നിട്ടുണ്ട്, ബൈറ്റിൻ്റെ വൈപ്പർ വന്നിട്ടുണ്ട്, നമ്മുടെ ടോക്സിക് നാഷൻ, RWB മാൽ, വാറണ്ടി സാർ, നമ്മുടെ സ്വന്തം വാറണ്ടി സാറാണ് നമ്മുടെ ഈ പ്രോ പ്ലെയേഴ്സിൽ ഒരെണ്ണമാണ്. സോ ഇത് ടോക്സിക് നേഷൻ ആരത്? RWB മാൽ മാത്രമേ ഉള്ളൂ. അതെന്ത് അങ്ങനെ VSOPൻ്റെ പിള്ളേരെത്തിൻ്റെ, ഗ്ലെന്നെത്തിൻ്റെ, ജാക്ക് ഗ്ലെൻ, ജാക്ക് പുള്ളിയാളത്. TSൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ടല്ലോ. ഹേഡീസ്, സിയൂസ്, ക്രോണസ് എത്തിയിട്ടുണ്ട്. CIDയുടെ ഫുൾ ടീം എത്തിയിട്ടുണ്ട്. അഫ്സൽ എത്തി, എൻ്റർടൈനർ, പണീഷർ, സജു. കഴിഞ്ഞ മുമ്പ് 2 ആഴ്ചകൾ നല്ല പ്രകടനമായിരുന്നു CIDക്ക്. ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല, വളരെ ഡൗൺ ആണ്. അങ്ങനെ ടോപ്പിൻ്റെ പിള്ളേർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ടോപ്പ് കോബ്ര എത്തിൻ്റെ, വേനത്തിൻ്റെ, ബാക്കിയുള്ള 2 പേര് എത്തിയിട്ടില്ല. എത്തുന്നത് ഞാൻ വിചാരിക്കുന്നു, എത്തിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ സമയം 9:11. ഇനി ഒരു 4 മിനിറ്റ് കൂടി മാത്രമുണ്ട്. 4 മിനിറ്റിനുള്ളിൽ എല്ലാവരും കയറാമെന്നൊക്കെ വിചാരിക്കും. 65 പേര് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. വെനത്തിൻ്റെ പിള്ളേർ എത്തി തുടങ്ങിയിട്ടുണ്ട്. വെനം, ജീസ്, റോഷ്, ലിയോ. മോനെ DTR ഫുൾ സ്ക്വാഡായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ബോസും മഷറും ഷ്രെല്ലും ഫ്രെക്സുമായിട്ട്. ഓക്സൻ 2 പേരായോ? നേരത്തെ 3 ഉണ്ടാകും. മോനെ CIDയുടെ സെക്കൻഡ് സ്ക്വാഡും വന്നിട്ടുണ്ട്, പൊളിച്ച്. അതെ, ജോഷ്, റോഷ്, ജീസ് ഇന്നലെ ഉണ്ടായിരുന്നതാ. V2ൻ്റെ സെക്കൻഡ് സ്ക്വാഡ്. ഓക്കെ, ഒരു വിധം എല്ലാവരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ടീം 16 വന്നില്ല. ടീം 16 ആരാണ്? ടീം 16 ആരാണ് നമുക്ക് നോക്കട്ടെ. ടീം 16
ഡിയോ ട്രിപ്പ് ഉള്ള ഒരു സാധനം വരുന്നതാണ്. അവരെത്തില്ല. ട്രോയുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. ട്രോയിൽ ലാബി ബാഡ് വോൾഫൊക്കെ എത്തിയിട്ടുണ്ട്. മോനെ ബൈറ്റിൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ട്. മാഗ്മയും വർമ്മ ബൈറ്റും ബൈറ്റ് വൈപ്പറൊക്കെ എത്തിയിട്ടുണ്ട്. മോനെ കേൽ കുക്ക് വന്ന ഇന്നലെ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നാണ്. പിങ്ക് വന്നില്ല. മോനെ ബൈറ്റ് സ്പെക്ടർ എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ വരാനുണ്ട്? ഇനി TS 2 വരാനുണ്ട്. ടോപ്പിൽ 2 വരാനുണ്ട്. 12 ആൻഡ്രിയുടെയും വരാനുണ്ട്. അവർ 2 ദിവസം വന്നിട്ടില്ല. അവർ ഇന്ന് വരുമ്പോൾ നമുക്ക് നോക്കാം, വിചാരിക്കാം വരുമായിരിക്കും. കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം അടുത്ത് കേട്ട റിസൾട്ട് ഡയറക്സ് ഉണ്ട്. താനോസിനെ ഏൽപ്പിച്ചാൽ മതി, എല്ലാം സെറ്റാണ്. അങ്ങനെ റെഡ് എക്സിൻ്റെ സപ്പോർട്ടുമായിട്ട് നമ്മുടെ ജിൻ വന്നിട്ടുണ്ട്. റെഡ് എക്സിൻ്റെ ജിൻ. ഇത് റെഡ് എക്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. റെഡ് എക്സിന് ഇപ്പോൾ കാണിക്കാം. ഇത് റെഡ് എക്സ് ജോക്കർ ഫുൾ സ്ക്വാഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് ഡിന്നർ അടിക്കോ? പിന്നെ ആദിത്യനേക്ക് ഹായ് അയച്ചിട്ടുണ്ട്. ഹായ് ബ്രോ. ടോപ്പിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമോ ബ്രോ? സമയം നമുക്ക് എപ്പോഴും ഒരു ഈ 3 മിനിറ്റ് ഉണ്ട്. ഇനി 3 മിനിറ്റുള്ളിൽ എത്തിയാൽ മതി. ടോപ്പിൻ്റെ ഉള്ളവർ 3 മിനിറ്റ് ഉണ്ട് വെയിറ്റ് ചെയ്യും. 1:09:15 അത്രേ ഉള്ളൂ. കാരണം സമയം ഒരു അമൂല്യമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ എനിക്കും വേറെ പരിപാടി ഉണ്ട്. ആണാണ് വർമ്മ. ഞാനവിടെ വർമ്മ ഏത് വർമ്മയാണ്? വർമ്മ കേസ് അണ്ണൻ മോനെ കേസിന് വേണ്ടി ഒരു ജെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ബൈറ്റ് വർമ്മ. ബൈറ്റ് വർമ്മ ബൈറ്റ്. പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളി അടിപ്പോയല്ലോ. വർമ്മ ബൈറ്റ് ബ്രോ ഇറങ്ങിപ്പോയി. ടോപ്പ് ഫുൾ സ്ക്വാഡായോ? ഫുൾ സ്ക്വാഡായിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഫുള്ളായിട്ടുണ്ട്. അപ്പം ടോപ്പിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടായിരുന്നില്ല. അപ്പോൾ സമയം എത്ര മണിയായി? സമയം 9:14. ഇനി 1 മിനിറ്റും കൂടി ഉണ്ട്. LMX ഫുൾ സ്ക്വാഡ് വന്നിട്ടുണ്ട് ബ്രോ. ജസ്വിൻ ബ്രോ. ബൈറ്റ് ഇതേ വർമ്മ ബൈറ്റ് ഇതേ ചാടിപ്പോയിട്ടുണ്ട്. ചാടിപ്പോയാൽ വേഗം കാരണമാണ്. കാരണം നമുക്ക് LMX വന്നിട്ടുണ്ട്. LMX ആണ് ഇപ്പോൾ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. ഇതിന് കൂടുതൽ പോയിൻ്റ് ഉള്ളത്. ഇതുവരെയായിട്ടും ഡിന്നർ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എൻ്റെ അറിവിൽ. ഇല്ല, ഡിന്നർ അടിച്ചിട്ടില്ല. പക്ഷേ ഇതിലെ മിക്ക കളിയിലും സെക്കൻഡ് റെഡ് ഫുൾ സ്ക്വാഡ് മോനെ ജിന്ന് റെഡ് ഫുൾ സ്ക്വാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കളി ആര് ഡിന്നർ അടിക്കും? ഇന്ന് നമുക്ക് വാശിയേറിയൊരു പോരാട്ടം നമുക്ക് കാണുന്നത് റെഡ് ഫുൾ സ്ക്വാഡ്. ഇതെല്ലാവരും ഫുൾ സ്ക്വാഡ് വന്നിട്ടുള്ളൂ. TXN മാത്രം 3 പേര് മാത്രമേ ഉള്ളൂ. 4ാമത്തെ ആൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ KL 4ാമത്തെ ആൾ വന്നിട്ടില്ല. ഇന്നലെ പിങ്കി ആയിരുന്നു. V2 ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ വർമ്മ ബൈറ്റ് ഇവിടെ സെറ്റായി. ഓക്കെ അപ്പോൾ അങ്ങനെ 78 പേരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9:16 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ സ്വന്തം വിഗന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോട്ടൽ സ്ക്വാഡുകൾ നോക്കാം. ആരൊക്കെ? ഇത് KL മാട്രിക്സ്. പുള്ളി ജസ്റ്റ് മിസ്. അതേ പുള്ളി തന്നെ നമ്പർ 1 കിടക്കുന്നുണ്ട്. KL കഴിഞ്ഞ തവണ ആരായിരുന്നു? വേറെ ഒരു പുള്ളി ഉണ്ടായിരുന്നു ഇതുപോലെ. DTR ആയിരുന്നു ഇന്നലെ ഇതുപോലെ. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ് പുള്ളി വന്ന് കയറിയത്. സോ നമുക്ക് നോക്കാം. BK ഉണ്ട്. CID സെക്കൻഡ് സ്ക്വാഡ്. ഇത് വെനം ഉണ്ട്. ഓക്സൺ ഉണ്ട്. TS ഉണ്ട് 2. ഇന്നലെ TS 2 പേരുണ്ടായിരുന്നുള്ളൂ. ഹീലർ ഉണ്ട്. ഇവർ 2 പേര് മതി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് 2 പേർക്ക് 4 പേർക്ക് നിങ്ങൾ 2 പേര് മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇത്. DTR ഉണ്ട്. റെഡ് എക്സ് ഉണ്ട്. ടോപ്പ് ഉണ്ട്. TS ബെക്ക. TSS ഉണ്ട്. തിയോസ് ഉണ്ട്. ടീം VSOP CID ഫസ്റ്റ് സ്ക്വാഡ്. AGN ട്രോയുടെ പിള്ളേരുണ്ട്. ടോക്സിക് നേഷൻ ഉണ്ട്. ബൈറ്റ് ഉണ്ട്. KL 2 പേരുള്ളൂ. ഇത് KL കുർലൂസ് പോയി. പുള്ളി അടിപ്പോയി ഇടയിൽ. അങ്ങനെ ടീം V2 ഫ്രീ. ടീം V2 സെക്കൻഡ് സ്ക്വാഡ്. LMX ഉണ്ട്. ടിപ്സ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. നമുക്ക് ആരോട് ഒന്ന് സ്പെക്ടേറ്റ് ചെയ്യണ്ടേ? LMXന് സ്പെക്ടേറ്റ് ചെയ്യാം. LMX ഗ്ലോസ്റ്റിനോട് സ്പെക്ടേറ്റ് ചെയ്യണ്ടേ? നമുക്ക് നോക്കാം ആരൊക്കെ ഇവിടെ. സത്യം ഞാൻ വിഗന്തി എനിക്കധികം പരിചയമൊന്നുമില്ല. ആരൊക്കെയാണ് ചാടിയുണ്ട് അവിടെ?
അങ്ങനെ ടിപ്പിൻ്റെ പിള്ളേരൊക്കെ ചാടിണ്ട് അവിടെ നൈസായിട്ട് നല്ല അതാന്ന് തോന്നുന്നു ഹോട്ട് ഡ്രോപ്പ് ആയി പോയി തോന്നുന്നു. കാരണം എല്ലാവരും ഒരു മെയിൻ ടീംസൊക്കെ ഫസ്റ്റ് ചാടിയിട്ടുണ്ട്. നോക്കാം എവിടേക്കാണ് എല്ലാവരും ഇതേപോലെ വില്ലേക്ക് ഒരു ലോഡ് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. വില്ലേക്കാന്ന് തോന്നുന്നുണ്ട്, കുറേ എണ്ണം ഇറങ്ങി. സോ ഇവിടെ താഴെ നൈസായിട്ട് അടി ഇറക്കുന്നുണ്ട്. അവിടെ V2 ഉണ്ട്, ട്രോയ് ഉണ്ട്, CAD ഉണ്ട്, ടിപ്പുണ്ട്, പൊളിക്കും. വേറെ സ്പിരിറ്റ് പിള്ളേരുണ്ടല്ലോ, TSS ഉണ്ട്. ഇവിടെ ഇത് ടീം BKൻ്റെ പിള്ളേരുണ്ട്, LMXൻ്റെ പിള്ളേരുണ്ട്. എല്ലാവരും കൂടി നൈസായിട്ട് ഇറങ്ങാണ്. ടോപ്പ് ഇവിടെ ടോപ്പ് ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവരാണ് ആദ്യം അടി തുടങ്ങി വയ്ക്കുക. നമുക്ക് നോക്കാം. റെഡ് പ്ലീസ്, റെഡിനിപ്പോൾ കാണിക്കാൻ പറയും. മോനെ ഫ്രീക്ക് സ്പാർട്ടൻ്റെ പിള്ളേർ അടി തുടങ്ങിയിട്ടുണ്ടോ ഇല്ല? പുള്ളി നൈസായിട്ട് അറിയാണ്ട് വെടി പൊട്ടിയതാ. ആരാണ് ആദ്യം അടി തുടങ്ങി വയ്ക്കാൻ പോകുന്നത്? മോനെ സോൺ ഏറ്റവും താഴെയാണ്. മുകളിലുള്ളവർക്ക് എന്തായാലും താഴെ വരേണ്ടി വരും. എവിടെയാണ് ആദ്യം അടി തുടങ്ങി വയ്ക്കുക? നമുക്ക് നോക്കാം. TSSൻ്റെ അവിടെ തുടങ്ങുമോ അതോ V2? ഇവിടെ എന്തായാലും എല്ലാവർക്കും ഇത്തിരി ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇത്തിരി ഗ്യാപ്പില്ലാത്ത സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ മുകളിലാണ് തിയോസിൻ്റെ അവിടെ തീരെ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഷോർട്ട് ഗണ്ണൊക്കെ എടുത്ത് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏതാ ഓക്സിൻ്റെ പിള്ളേരുണ്ട്. നമ്മുടെ തിയോസിൻ്റെ ഉള്ളൊരു മോനെ TS ഉണ്ടോ? അല്ല അവരിവിടെ അല്ല. ഇവിടെ ഒന്നും അടി തുടങ്ങണില്ലല്ലോ എല്ലാവരും ഇങ്ങനെ. മറ്റേ ലാൻഡിങ് തന്നെ ഫസ്റ്റ് അടി മോനെ ഇവിടെ തുടങ്ങി. ഫസ്റ്റ് അടി നമ്മുടെ തുടങ്ങി വെച്ചിരിക്കുന്നത് നമ്മുടെ CAD പിള്ളേരാണ്. CAD സെക്കൻഡ് സ്ക്വാഡ്. ആ പുള്ളി ഉസിയൊക്കെ എടുത്ത് ഓടിപ്പോണ്ട്. ഇത് CAD സെക്കൻഡ് സ്ക്വാഡിലാണ് ഞാൻ സ്പെക്ട് ചെയ്യുന്നത്. അവരെ തന്നെ നൈസായിട്ട് KLൻ്റെ പിള്ളേർ എഴുതി പുഷ് ചെയ്യാൻ പോകുകയാണത്. MP5 ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പുഷൊന്നുമില്ലേ? നൈസായിട്ട് അവർ KLൻ്റെ പിള്ളേർ എവിടെയാണ്? KLൻ്റെ പിള്ളേരാണ് നൈസായിട്ട് ഒന്ന് എസ്കേപ്പ് ആയി പോവാണ്. അവരടി നടക്കുമെന്ന് നമുക്ക് തോന്നില്ല. ഓക്സിൻ്റെ പിള്ളേർ എവിടെയാണ്? ഈ അടി ഒന്നും നടക്കണില്ല മര്യാദയ്ക്ക്. എല്ലാം ജസ്റ്റ് ഇങ്ങനെ സെറ്റാണില്ല. ഇവിടെ ആരുണ്ട്? ഇവിടെ സത്യം ആരും എല്ലാവരും ചുമ്മാ ഇങ്ങനെ TPP ഒക്കെ എടുത്ത് വീടുകളിൽ നിന്ന് വീടിലേക്ക് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നുണ്ട്. ഓക്സിൻ്റെ പിള്ളേർ 2 വീട്ടിലായിട്ട് സെറ്റ് ചെയ്ത്. തിയോസ് ഹേഡീസ് ഒക്കെ ഡോറൊക്കെ അറിയാതെ തുറന്നാന്ന് തോന്നുന്നു. പുള്ളി പിന്നെ അടച്ചിട്ടുണ്ട്. TSS സോപ്പി എന്ന് പറയുന്നത് അത് TSS കഴിഞ്ഞ നൈസ് കളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലെ അവർ പോയി. ഇവിടെ എല്ലായിടത്തും LMX അടി തുടങ്ങിയിട്ടുണ്ട്. LMX അടി തുടങ്ങി മോനെ BKൻ്റെ പിള്ളേരെ നൈസായിട്ട് അടിച്ച് നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. BKൻ്റെ 2 പിള്ളേർ ഇപ്പോൾ ഒരെണ്ണം തീർന്നു, ഒരാൾ നോക്കാണ്. ഇനി BKൻ്റെ 2 പിള്ളേർ മാത്രം. 2 പിള്ളേർ നൈസായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടി അവർ പോവാണ്. BKൻ്റെ വൈപ്പറോടെ നോക്കിക്കാണ് പുഷ് വരാൻ വേണ്ടിയിട്ട്. പുള്ളി M4 ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അടിക്കോ ഇല്ല നമുക്ക് കണ്ടു. മോനെ ഇത് പുള്ളി അത് നൈസായിട്ട് നൈസ് മോനെ. LMXൻ്റെ പിള്ളേർ നൈസായിട്ട് വൈപ്പാണ് എടുത്ത് പൊള്ളി. അങ്ങനെ LMXൻ്റെ പിള്ളേർ ആദ്യത്തെ വൈപ്പ് എടുത്തിട്ടുണ്ട്. അടുത്ത പിള്ളേർ ട്രോയുടെ പിള്ളേർ എന്തെങ്കിലും ചെയ്തു? അതെ, ട്രോയുടെ പിള്ളേർ TSSൻ്റെ പിള്ളേർ ജഗർനട്ടിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 തവണയും പുള്ളിയാന്ന് തോന്നുന്നു ആദ്യം പെട്ടിയത്. പുള്ളി അതെ G36 ഒക്കെ ഇട്ട് തിരിച്ചടിക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചും അടി വരുന്നുണ്ട്. അത് തിരിച്ചുള്ള കവർ ഫയറിങ് പൊളി. TSSൻ്റെ പിള്ളേരുടെ TSS ഫേസും ബെക്കാടിയും തിരിച്ച് കവർ ഫയർ ചെയ്യുന്നു. പുള്ളി മോനെ അവിടെ നിന്ന് തിരിച്ച് മോനെ ട്രോയുടെ പിള്ളേർ നൈസായിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ട്രോയുടെ ലാബിയോ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ജഗർനട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടുപോവുകയും ചെയ്തു. അവിടെ സ്മോക്ക് എടുത്തെറിയോ അതോ പുള്ളി റവ് എടുക്കുകയോ നമുക്ക് കണ്ടറിയാം. കാരണം ട്രോയുടെ പിള്ളേർ അവിടെ നോക്കിക്കാണ്. CAD ഫസ്റ്റ് സ്ക്വാഡ് കാണിക്കാം. CAD ഫസ്റ്റ് സ്ക്വാഡ് ഇവിടെ ഉണ്ടായിരുന്നു. മോനെ നൈസ്. ഇവിടെ നിന്ന് ബെക്കാടിൻ്റെ ഗോഡോപ്പി റെഡെക്സ് വനത്തിന് അടിച്ചിട്ടുണ്ട് അവിടെ. മോനെ അതേപോലെ TSS സിഡോപ്പിനെ വീഴ്ത്തിരിക്കുന്നത്. TSS സിഡോപ്പിനെ തീർത്തിരിക്കുകയാണ്. ആരാണ് തീർത്തത്? ഈ ട്രോയുടെ പിള്ളേരെ തീർത്ത്. തിയോസ് അവിടെ ഓക്സൻ അടിച്ചു. ഓക്സൻ വെഗറ്റ അങ്ങനെ തിയോസ് മിക്കവാറും അവിടെ തീർക്കും. ഓക്സൻ്റെ ടീമിൻ്റെ മോനെ ഹീൽ റെഡെക്സ് വനത്തിന് അടിച്ചിട്ടുണ്ട്. മോനെ ഇവിടുത്തെ ഏജിന് ഡാബിൻ്റെ നൈസ് സ്പ്രേ ആണ്. പക്ഷേ ജഗർനട്ട് തീർന്നു ഇല്ല. ആരും തീർന്നിട്ടൊന്നുമില്ല. എല്ലാവരും അവിടെ നോക്കായിട്ട് കിടക്കുന്നുണ്ട് ജഗർനട്ടൊക്കെ. പുള്ളി നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കേണ്ട. ആ സ്മോക്ക് തീർന്നവരെ. പക്ഷേ സ്മോക്ക് തീർന്നാൽ പുള്ളി എന്തായാലും ട്രാപ്പ് ആവും. പിന്നെ ബെക്കാടി അവിടെ നിന്ന് റവ് എടുക്കാൻ പരമാവധി നോക്കുന്നുണ്ട് ഒരു ചെറിയ ഗ്യാപ്പിന് വേണ്ടി. പക്ഷേ നടക്കുന്നില്ല. അത് ജഗർനട്ടിൻ്റെ തീർത്തു. ഇവിടെ നൈസായിട്ട് കിൽഫീൽഡിൽ കുറേ പേര് കാണുന്നത്. KL ഇത് CADയുടെ ഫസ്റ്റ് സ്ക്വാഡിനെ അടിച്ച്. റെഡെക്സിൻ്റെ പിള്ളേർ അവിടെ നോക്കൊക്കെ ഇടുന്നുണ്ട്. വനത്തിനെ തീർത്തോ? വനത്തിനെ തീർത്തും തോന്നുന്നുണ്ട്. ഇവിടെ TSSൻ്റെ പിള്ളേർ നൈസായിട്ട് TSS ഫേസ് ഫ്ലാങ്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ നൈസായിട്ട് ഒരു പുള്ളി നൈസായിട്ട് ഓടി വരുന്നുണ്ട്. അത് നമ്മുടെ ട്രോയുടെ പിള്ളേർ നൈസായിട്ട് ഇതിൽ കൂടെ ചാടുന്നുണ്ട്. ഏജിയൻ ബാബയെ എത്തിക്കാണ് പുള്ളി പോകുന്നത്. പുള്ളി നൈസായിട്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത്? പുള്ളി കവറൊക്കെ എടുത്തിക്കാണ് കേട്ടോ.
നല്ല രസമാണ്. ടോപ്പിൻ്റെ ഉള്ളിൽ അവിടെ പെഡോസ്റ്റിൽ സെറ്റാണ്, ഒരു കുഴപ്പമില്ല. മോനെ ഫേസിൻ്റെ വായിലേക്ക് അത് വരുന്ന ഏജിയൻ ബാബ ഫേസ് അടിക്കുമോ മോനെ, ഫേസിൻ്റെ അടി മോനെ. ഏജിയൻ ബാബ അത് വീണിരിക്കുന്നു. പൊള്ളി നൈസായിട്ടൊരു നോക്കിട്ട് ഏജിയൻ ഫേസ്. ഏജിയൻ ബാബ പ്രതീക്ഷിച്ചിട്ട് പോലുണ്ടാവില്ല അവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മോനെ. ഏജിയൻ ബാബരൊക്കെ ഇല്ലാതെ കൺഫേം ചെയ്തിരിക്കുന്നു. TSS-ൽ 2 പേര് വീണു. അതിനുള്ള ഈ 2 പേർ ബാക്കിയുള്ള 3 പേര് അടിക്കൽ നോക്കുന്നുണ്ട്. നമുക്ക് KLൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് KL കുക്കു വീരപ്പന ഉയർന്നു. TiPx വീരപ്പനാണ് പുള്ളിക്ക് തന്നെയാണ് പുള്ളി ഉയർന്നവരാണ്. ഇതൊരു മോനെ നൈസ്. CID സച്ചിൻ വീണിരിക്കുന്നു. സച്ചിൻ വീണു. ഇനി ഒരാൾ മാത്രം, ഇനി CID ഷെറിൻ മാത്രം. ഇടയിൽ നൈസായിട്ട് പാനമിക്കൊക്കെ നൈസായിട്ട് ബുള്ളറ്റൊക്കെ ഉണ്ട്. KL കുക്ക് ഹെൽത്തൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം പ്ലീസ്. മോൻ നൈസായിട്ട് KL കുക്ക് നമ്മുടെ സച്ചിനെ തീർത്തിട്ടുണ്ട്. CID ജെയിംസ് ഷാരോൺ. ഇനി വേറെ എവിടെയാണ് അടിയൊക്കെ നടക്കും മോനെ. TSൻ്റെ പിള്ളേർ നൈസായിട്ട് തിയോസിൻ്റെ പിള്ളേരെ എടുത്ത് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. TS 2 പേര് മാത്രമാണ്. തിയോസ് എത്ര പേരുണ്ട്? 4 ഫുൾ സ്ക്വാഡാണ്. ഹെയ്ഡീസ് തിയോസ് അവരെന്ത് ചെയ്യും നമുക്ക് നോക്കാം. അവർ ഫുൾ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് കളയും. 2 പേര് മാത്രം മതിയാവോ ഫുൾ സ്ക്വാഡിന്? മോനെ അത് നൈസായിട്ട് ഊസി കൊണ്ടുള്ള അടി, പക്ഷെ ഒരടി പോലും കൊണ്ടില്ല. സിയൂസ് അത് മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് നൈസായിട്ട്. അങ്ങനെ തിയൂസിൻ്റെ ഒരു നെയ്ഡറിയോ അത് പുള്ളി എന്ത് ചെയ്യും? അവിടെ റവ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് സ്മോക്കൊക്കെ ഇട്ട് പുള്ളി റവൊക്കെ എടുക്കുന്നുണ്ട്. റവ് എടുക്കാൻ നിന്ന് കൊടുക്കാതെ ഹെയ്ഡീസ് എന്നെ റവ് എടുക്കണ്ട എന്ന് പറയുന്നു. നൈസായിട്ട് ആരൊക്കെ മൊളട്ടോക്ക് എടുത്തെറിയുന്നുണ്ട്, പക്ഷേ നൈസായിട്ട് മിസ്സായിപ്പോയി. മോനെ TSൻ്റെ പിള്ളേർ നൈസായിട്ട് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് അവർ 1 സ്റ്റെപ്പ് കയറിയിരിക്കേണ്ടത്. അവിടെ ഈ സ്യൂസിനെ കണ്ടു. കമൻറ്റ് ബോക്സിൽ നല്ല കോമഡിയാണ് നടക്കുന്നത്. നമുക്ക് അവിടേക്ക് പിന്നെ പോകാം. ഇവിടെ നമുക്ക് നൈസായിട്ട് നല്ല TSൻ്റെ പിള്ളേർ നൈസ് ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ട്. എതിരായിട്ടും വേറെ മോന് ഇവിടെ ചെറിയൊരു അടി ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താണത്? TXനും ബൈറ്റും തമ്മിൽ അടി നടക്കില്ല. നമുക്ക് കണ്ടറിയാം. ആരെങ്കിലും നോക്ക് ചെയ്യണോ നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം. ഇവിടെ 2 vs 4 നല്ലൊരു അടി. മോനെ ക്രോണോസിനെ അടിക്കാനുള്ള TS ഇൻസൈൻ്റെ ശ്രമം, പക്ഷേ ഇവിടെ നൈസായിട്ട് അഗോരി വീണ സ്ഥിതിക്ക് അവർ ഇങ്ങോട്ട് പുഷ് ചെയ്യില്ല. നമുക്ക് കണ്ടറിയാം. ഇത് ബൈറ്റ് നൈസായിട്ട് അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ബൈറ്റ് നൈസായിട്ട് TXൻ്റെ പിള്ളേർ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അത് ട്രോയ് ബാഡ് വോൾസ് CID സജുവിനെ അടിച്ചിരിക്കുന്നു. അതെവിടെയാണ് അടി നടക്കുന്നത്? മോൻ അടുത്തടി മോനെ മാഗ്മ TXN ക്ലൗഡിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രം. ഒരാൾ ആരാണ്? RWനെ അടിച്ച് തീർക്കില്ല. നമുക്ക് കണ്ടറിയാം. RW അത് നൈസായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മോനെ MP5 മോനെ പോളിക്കളി നൈസ്. മോനെ പോളി വൈപ്പ്. അങ്ങനെ നൈസായിട്ട് TXN വൈപ്പായിട്ടുണ്ട്. വൈപ്പായി. ഇനി അടുത്തത് എങ്ങോട്ട് പോകാം മോനെ? തിയോസിൻ്റെ പിള്ളേർ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. കാരണം സോണിലേക്ക് പോവുകയാണ് എല്ലാവരും. കാരണം എല്ലാവർക്കും സോണിക്ക് എത്തണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അവർക്ക് കുറേ ദൂരമുണ്ട്. ഇനി എവിടെയാണ് അടുത്തടി നടക്കുന്നത്? LMX അടുത്ത ഫൈറ്റ് എടുത്തിരിക്കുന്നു. ട്രോയുടെ പിള്ളേർ അവിടെ ഫൈറ്റ് എടുക്കുന്നുള്ളൂ. അത് എവിടെയാണ്? CID ഈ സ്ഥലം മനസ്സിലാവണില്ല അങ്ങോട്ട്. LMXും റെഡും കൂടി അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് റെഡിൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ നിന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. LMX അങ്ങനെ ഹീലർ ചാടി ഹെൽത്തൊക്കെ ഇച്ചിരി കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഗെറ്റ് സേഫ് സോൺ. അതെ സേഫ് സോണിലേക്കാണ് എല്ലാവരും വരുന്നത്. സേഫ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പക്ഷേ ടൈമർ ഇപ്പോൾ 2 എന്നൊക്കെ കാണിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. PUBG ആണ്, ഗ്ലിച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും സ്മോക്കൊക്കെ ഇട്ട് ചെതറി എല്ലാവരും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. മോനെ ഇവിടെ നൈസായിട്ട് DTR നേരെ സ്പാർട്ടയിലേക്ക് വരുന്നുണ്ട്. DTR എന്ത് ചെയ്യും? സ്പാർട്ട ഫ്രീക്ക് അവിടെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് സ്പാർട്ട ഫ്രീക്കും വെക്കി അത് നൈസായിട്ടൊരു മൊളട്ടോ എറിയാൻ നോക്കുകയാണ്. മൊളട്ടോ ഫ്രീക്കിൻ്റെ മേത്ത് വീഴോ? മോനെ DTR റെക്സിനെ അടിച്ചിരിക്കുന്നു. സ്പാർട്ട ജക്കി റെക്സ് അത് വീണിരിക്കുന്നത്. മോനെ DTR അവിടെ മോനെ പോളി ഓർഡർ നൈസായിട്ട് സ്പാർട്ട വൈറ്റിക്ക് വീണ്ടിരിക്കുന്നു. മോനെ DTR ബോസിൻ്റെ ലിസാർഡ്സ് M4 സ്കിൻ പൊളി മോനെ. സ്പാർട്ട വൈറ്റിക്കര കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി സ്പാർട്ട KD മാത്രം കിഡ് ഇല്ലല്ലോ, 3 പേരുണ്ടല്ലോ. ഓക്കെ നോട്ടെ. DTR ആരൊക്കെ? അഷർ അവിടെ വീണ്ടല്ലോ. DTRൽ ആരൊക്കെ ഉണ്ട്? DTR അഷർ മാത്രം. അഷർ അത് നീഡാണോ സ്മോക്കാണോ എന്തോ വരുന്നൊക്കെ ഉണ്ട്. അതെ സ്മോക്കാണ് വരുന്നത്. സ്പാർട്ടയുടെ പിള്ളേർ പുഷ് ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. സ്പാർട്ടയുടെ പിള്ളേർ കമോൺ എന്തായാലും അവരെന്താ വെച്ചാൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നേടൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും പുഷ് ചെയ്യണില്ല. എന്താ അറിയില്ല, പുഷ് ചെയ്യാൻ പോവാണ്. അതെ സ്പാർട്ട KD പുഷ് ചെയ്യുന്നു. ടോപ്പിൻ്റെ ഉള്ളിൽ ഒരാൾ സേഫായിട്ട് കളിക്കുകയാണ്. ഒരു കുഴപ്പമൊന്നുമില്ല.
മോനെ സ്പാർട്ടയുടെ പിള്ളേർ നൈസായിട്ട് ലൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ എന്താ LMX ഫൈറ്റ്, LMXൻ്റെ ഫൈറ്റ് അവിടെ ഒന്നായിട്ടില്ല. എല്ലാവരും അവിടെ ചുമ നിൽക്കണം. മോൻ ഇവിടെ KL മാട്രിക്സ് അതാ DTRൻ്റെ പിന്നിൽ നിന്ന് അടിക്കില്ലെന്ന് പറയുന്നത്. തിയോസ് ക്രോണസ് അത് ടീം വീസോപ്പിനെ അടിച്ചിരിക്കുന്നു. അവിടെ വീസോപ്പിൻ്റെ അടിയിൽ അവിടെ നൈസായിട്ട് അടി ഇറക്കുന്നുണ്ട് മോനെ. 2-3 നോക്ക്. തിയോസ് യൂസ് ചെയ്യണം മോനെ. നൈസ് അടി. VSOP രീതിക്കുള്ള പുഷ് മോനെ. അടുത്ത പുഷ് 2 പേര് മാത്രമേ 2 vs 4 ആണ്. പക്ഷെ മോനെ പോളി അടുത്ത നോക്കി ഇട്ടിരിക്കുന്നു മോനെ. തിയോസ് അത് ഫുൾ വൈപ്പ്. പൊളി മോനെ. VSOP 2 പേര് നിന്നാണ് ബാക്കിയുള്ള 4 പേര് അടിച്ചത്. അതാണ് ഏറ്റവും വലിയ കോടി മോനെ. പൊളിച്ച് വേറെ ലെവൽ കളിയിപ്പോയത് മോനെ. ഇവിടെ ഫ്രീക്കിൻ്റെ അവിടേക്ക് ആൾക്കാർ എണ്ണം കൂടി വരുന്നുണ്ട്. റെഡ് ഇവിടെ നൈസായിട്ട് LMX അടിച്ചു ഫൈറ്റൊക്കെ എടുക്കുന്നു വിചാരിച്ച് ഞാൻ കുറേ നേരം സ്പെക്ക് ചെയ്യുന്നു. പക്ഷെ അവരോട് ചുമ്മാ ഇങ്ങനെ നോക്കിക്കാറുന്നത് ഒന്നും ഉണ്ടായില്ല. അവരിതേ കണ്ടില്ലേ, ഒരു ടിപ്പ് താഴെ ഉണ്ട്. വൈനറിയുടെ അവിടെ ടിപ്പ് ഉണ്ട്. ഇവിടെ നൈസായിട്ട് വീട്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു അടി എടുക്കുന്നുണ്ടല്ലോ. TSS ആണ് അത്. TSS നമ്മുടെ സ്വന്തം മോൻ. അടുത്തടി ഇതേ നൈസായിട്ട് നോക്കൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. V2ൻ്റെ അടുത്ത് TSSും V2 2 vs 4 ആണോ മോനെ. GL വോൾഫ് അതെ 2 vs 4 അല്ല 3 vs ട്രോയിൽ അബിയത് DTRനെ അടിച്ചിരിക്കുന്നത്. ട്രോയ് അവിടെ ട്രോയും വന്നു അങ്ങോട്ട് പോളി. അവിടെ ഓൾറെഡി 2 സ്ക്വാഡ് തമ്മിൽ അടി ഇറങ്ങുന്നത്. അവിടേക്ക് അത് 2 സ്ക്വാഡ് കൂടി വന്നിട്ടുണ്ട്. അവിടെ നൈസ് ഒരു അടി കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് അവിടെ ആയിരിക്കും മിക്കവാറും കൂട്ടപ്പൊരിച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ട്രോയുടെ പിള്ളേർ അത് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു മോനെ. DTR ഓൾറെഡി ഒരു നോക്കിയിട്ടുണ്ട്. സ്പാർട്ടർ പിള്ളേർ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവർ സ്പാർട്ടർ പിള്ളേർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്പാർട്ടർ പിള്ളേർ അവിടെ നൈസായിട്ട് അനങ്ങെടുക്കാണ്. DTR അഷർ അത് റെവ് എടുത്തിട്ടുണ്ട്. പുള്ളി മെഡക്കടി സെറ്റായിരിക്കുകയാണ് മോനെ. അതന്നെ KL മാട്രിക്സ് DTR അഷറിനെ പിന്നെ അടിച്ചു പൊളി. KL മാട്രിക്സാണ് ഒറ്റയ്ക്കാണ്. പുള്ളി നൈസായിട്ട് പുള്ളി അത് അവിടെ നിന്ന് ഓടിയിരിക്കുന്നു മോനെ. V2 സ്പൈഡ് TSS ഫേസിനെ നെയ്ഡെറിഞ്ഞ് നോക്കാക്കിയിട്ടുണ്ട്. ടോപ്പ് കുഴപ്പമില്ല. ടോപ്പോടെ സോളോ അവർ സോണിൽ നൈസായിട്ട് നടുവില്ല. ഇതിലായിട്ട് ഒരു പ്രശ്നമില്ല മോനെ. അവിടെ നൈസായിട്ട് അടി ഇറക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോണത് DTR ഷെൽ AKMI നമ്മുടെ KL മാട്രിക്സ് ഒറ്റയാൾ പോരാട്ടം നടത്തൂ. അതോ പുള്ളിനെ എല്ലാവരും കൂടി പെട്ടിയാക്കുമോ അതോ പുള്ളി എല്ലാവരും പെട്ടിയാക്കുക നമുക്ക് കണ്ടറിയാം. പുള്ളിയുടെ ഫുഡ് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ട്രോയുടെ പിള്ളേർ അവിടെ പോയി. ട്രോയുടെ പിള്ളേർ നൈസായിട്ട് സോണിൽ കയറി. അവർ ഈ നൈസ് ഒഴിവായി പോയിട്ടുണ്ട്. ഇനി പുള്ളി നമ്മുടെ KLും DTR മാത്രമാണ്. KL DTR കൂടി പുള്ളിനെ മിക്കവാറും ഒറ്റയ്ക്ക് പഞ്ഞിക്കിടും. സോ നമുക്ക് നേരെ LMXൻ്റെ അവിടേക്ക് പോകാം. റാപ്റ്റർസ് ഓക്കെ മോൻ. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ LMXൻ്റെ അടുത്ത് ചെറിയ അടി എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ വന്ന് നിർത്തിയത് അങ്ങനെ. LMX ഗോസ്റ്റ് അതൊരു സ്പ്രേ ചെയ്യാൻ നോക്കി. പക്ഷേ അവർ നൈസായിട്ട് ഒഴിഞ്ഞു മാറി. ട്രോയുടെ പിള്ളേർ ടീം ഫേസ് മോനെ. V2 ഒറ്റയ്ക്ക് അടിക്കുന്നു. TSS ഫേസ് അങ്ങനെ. TSS ഫേസ് അവിടെ നൈസായിട്ടൊരു വൈപ്പ് കഴിഞ്ഞു മോനീസിന്. മിസ്സായി. അവിടെ 2 vs 3 ആയിരുന്നു മോനെ. CID ജെയിംസ് സാറിന് അത് ഒറ്റയ്ക്ക് ഓടി പോവുകയായിരുന്നു. അത് LMXൻ്റെ അടുത്തവരാണ് പോയത്. പക്ഷേ LMX നൈസായിട്ട് പിടിച്ചു. അവിടെ നൈസായിട്ട് അടുത്ത ആരൊക്കെ വരുന്നുണ്ട്. ടീം VSOP വരുന്നുണ്ട്. ഇവിടെ ഈ ടോപ്പിൻ്റെ പിള്ളേരെടുത്ത് വേറെ V2ൻ്റെ പിള്ളേരുണ്ട്. V2ൻ്റെ പിള്ളേർ എന്ത് ചെയ്യും നമുക്ക് കണ്ടറിയാം. റെഡിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് ഒറ്റയ്ക്കാണ്. ടിപ്പിൻ്റെ പിള്ളേരും അടുത്ത് ആരുമില്ല. DTRും പിന്നെ അവിടെ ആരാണ് KL മാട്രിക്സ് ഉണ്ട്. അവർ സോണിലേക്ക് കയറിയിട്ടില്ല. എല്ലാവരും അവിടെ തന്നെ സോണിൽ കയറുന്നുണ്ട്. KLൻ്റെ പിള്ളേർ സോണിൽ കയറിയിട്ടില്ല. TSൻ്റെ പിള്ളേർ അത് സോണിൽ കയറിയിട്ടില്ല. TSSൻ്റെ പിള്ളേർ ഉടൻ തന്നെ സോണിൽ കയറുമായിരിക്കും. LMX നൈസായിട്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണത്. അല്ല CID പിള്ളേർ അടിക്കുകയില്ല നമുക്ക് കണ്ടറിയാം. CID ജെയിംസ് ആണ്. പുള്ളറ്റൊക്കെയാണെന്നുള്ളത് ഇവർക്കറിയുമെന്ന് നമുക്കറിയില്ല. സോറി മോനെ. VSOP പിള്ളേർ അവിടെ നിന്ന് പിന്നീന്നൊക്കെ ഓടി വരുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. കാസിലൊന്നും ഒരു മനുഷ്യനില്ലല്ലോ. TSൻ്റെ പിള്ളേർ സോണിൽ കയറി. അങ്ങനെ എല്ലാവരും ഇനി 15 ടീമും 40 പേരും മാത്രമാണ് ഈ വലിയ സോണിൽ. ഈ സോൺ ചെറുതാവാൻ പറയും. ആർക്കാണ് സോണിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ നമുക്ക് കണ്ടറിയണം. ബട്ട് ബ്രോസ് ഇതിലും ടീം കിൽ 5 വില്ലോട് കൂടി LMX ആണ് ടോപ്പ്. നമുക്ക് ടോപ്പിൻ്റെ അടയ്ക്കാൻ തോന്നാം. പുള്ളി എന്തായാലും കുറേ നേരമായി പറയും ടോപ്പ് ഇവിടെ എന്തായാലും പടിയൊന്നും നടക്കില്ല. ഇവർ ചുമ്മാ ഇവിടെ TP അടിച്ചിരിക്കുകയാണ്. ടോപ്പ് വൈപ്പർ എല്ലാവരും ഇവിടെ പാറയുടെ പിന്നിലിങ്ങനെ നോക്കിക്കണം ആരെങ്കിലും വരുമോ എന്ന്. പക്ഷേ ആരും ഇതിട്ട് മുന്നിൽ ഇവിടെ GL ആൽഫ അത് ബൈറ്റ് നൈസ് മോനെ. ബൈറ്റിൻ്റെ അടുത്ത് നൈസായിട്ട് ഒരു അടി തുടങ്ങി. അങ്ങനെ ബൈറ്റ് സ്പെക്ടർ വീണു. പക്ഷേ ഇവിടെ 2 മോനെ ഒരു നെയ്ഡൊക്കെ വരുന്നുണ്ട്. പുള്ളി റെവ് എടുക്കാൻ നോക്കുന്നുണ്ട്. V2 ആൽഫ അത് നൈസായിട്ട് 2 റെവ് എടുക്കാൻ നോക്കുന്നു. 2 പേരും നോക്കാണ്. പക്ഷേ അവർ പുഷ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. 2 പേരെ നോക്കിയിട്ടത് അവരറിഞ്ഞില്ലേ. അത് മറന്നുപോയോ. അത് വരുന്നു മോനെ. പൊള്ളി
ഈ കാർ പൊട്ടാറായത് ഇവർ അറിഞ്ഞില്ലേ ഇല്ലയോ എനിക്കറിയില്ല. ഈ കാർ ആരും പൊട്ടിച്ചതാണ്. ഈ കാർ പൊട്ടിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ. അവർ പൊട്ടിക്കില്ല, നമുക്ക് കണ്ടറിയാം. കാരണം നമുക്ക് തീയൊക്കെ വരുന്നുണ്ട്. അടുത്ത മൊളട്ടോവുകൾ ഇങ്ങനെ ചന്നം ഭിന്നം വരുന്നുണ്ട്. ഇവരെന്താണ് കാർ പൊട്ടിക്കാതെ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. പുള്ളിയാണ് 2 റബ്ബൊക്കെ എടുത്തു. മിക്കവാറും ഈ കാർ നൈസ് ബൈറ്റ്. പൊളി 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 പെട്ടെന്നായിരുന്നു. അതിന് ചുമ്മാ ഒന്നും എനിക്ക് പറയാൻ പോലും പറ്റില്ല. അതിന് മുമ്പ് അവന്മാർ അടിച്ച് തീർത്ത്. ടീം വീറ്റിൻ്റെ അവിടെ നൈസായിട്ട് റെഡി എടുക്കണ്ടല്ലോ. എവിടെയോ ബർമ ബൈറ്റ് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ വീറ്റിൻ്റെ സ്ക്വാഡ് വൈപ്പായി. ഒരു പുള്ളി നോക്കിയിട്ടുണ്ട് അടുത്തിനപ്പുറം തന്നെ. പിന്നെ ഫുൾ ടീം ഒന്ന് LMX അവിടെ നൈസായിട്ട് പൊരിഞ്ഞടി. അത് സ്പാർട്ട ജെ കെ നോക്കാക്കിയുണ്ട്. സ്പാർട്ടൻ്റെ പിള്ളേരെ എടുത്ത് നൈസായിട്ട് ഫൈറ്റ് എടുത്തു. അവിടെ അവിടെ നിന്ന് സ്പാർട്ട KD സ്പാർട്ട KD M16A4 ഇട്ട് നൈസായിട്ട് ബസ് ഷോട്ടൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് അടി. അവിടെ നിന്ന് KLൻ്റെ പിള്ളേരില്ലേ KL മെട്രിക്സ് മാത്രം ബുള്ളറ്റൊക്കെയാണ്. ടോപ്പ് വേഴ്സസ് ടോപ്പ് ആരായിട്ടില്ല, ടോപ്പ് ഒറ്റയ്ക്കാണ്. അങ്ങനെ സ്പാർട്ട KD സ്പാർട്ടയുടെ 2 പേർ വീണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും ഫ്രീക്ക്? എന്ത് ചെയ്യും? ഫ്രീക്ക് അവിടെ പോയി. ഫ്രീക്ക് അങ്ങ് ദൂരെയാന്ന് തോന്നുന്നു. ഫ്രീക്ക് റെവ് എടുക്കാൻ വരെ LMX അതാ സ്പാർട്ട JKനെ തീർത്തിരിക്കുന്നു. ഇനി സ്പാർട്ട KD മാത്രം. സ്പാർട്ട KD പുള്ളി നൈസായിട്ട് എന്ത് ചെയ്യും? ഡാർക്ക് സീനാണ് ബ്രോസ് ഇവിടെ. കാരണം ഫ്രീക്ക് അങ്ങ് ദൂരെയാണ്. ഫ്രീക്ക് റെവ് എടുക്കാൻ ഓടി വരുന്നുണ്ട്. അതിന് മുമ്പ് സ്പാർട്ട KDനെ എല്ലാവരും തീർക്കുകയില്ല, നമുക്ക് കണ്ടറിയാം. പുള്ളി മലര മുകളൊക്കെ ചേണ്ട. അത് KL മെട്രിക്സ് അവിടെ നിന്ന് ചാടി ഓടി വരുന്നുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. പുള്ളി LMXനെ നോക്കുന്നുണ്ട്. മെട്രിക്സിനെ നോക്കണം. മെട്രിക്സ് അതിന് ഇവരെ വൈപ്പ് ചെയ്യില്ല, നമുക്ക് കണ്ടറിയാം. അങ്ങനെ സ്പാർട്ട KD തീർന്നിരിക്കുന്നു. സ്പാർട്ട KDൻ്റെ മെട്രിക്സ് അടിച്ചിരിക്കുന്നു. പുള്ളിക്ക് അടി കിട്ടിയില്ല. പുള്ളിനെ സ്പാർട്ടർ പിള്ളേരാണ് അടിച്ച്. ഫ്രീക്കാണ് അടിച്ചത്. പക്ഷേ നൈസായിട്ട് ഒരു ബുള്ളറ്റ് മാത്രമാണ് അടുത്തൂടെ പോയത്. പക്ഷെ ഇവരാരും സോണിലുള്ളത് ആരൊക്കെ? VSOP ഉണ്ട്, ബൈറ്റിൻ്റെ അടുത്തേക്ക് അത് VSOP പിള്ളേർ വന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ റെഡി നടക്കാൻ ചാൻസ് ഉണ്ട്. അത് LMXൻ്റെ പിള്ളേർ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അവിടെ റെഡിൻ്റെ പിള്ളേർ അവരായിട്ട് കുളത്തോ ഇല്ല, നമുക്ക് കണ്ടറിയാം. ട്രോയുടെ പിള്ളേർ അവിടെ നൈസായിട്ട് ടിപ്പിൻ്റെ പിള്ളേർ അവിടെ പോയി. ടിപ്പ് തീർന്നോ? ഇല്ല, ടിപ്പ് തീർന്നിട്ടില്ല. ടിപ്പ് ഇവിടെ ഉണ്ട്. ടോപ്പിൻ്റെ അടുത്ത് TS വരുന്നു. ടോപ്പിൻ്റെ പിള്ളേർ അതൊരു വണ്ടി പോകുന്നത് കാണുന്നുണ്ട്. എന്ത് ചെയ്യും? എന്താണ് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് തൊട്ടപ്പുറത്ത് ആളുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കിട്ടിയ നൈസ്. അത് അഗോരി നൈസായിട്ട് വീണേന്. തിരിച്ച് TS ഇൻസൈൻ വീണിരിക്കുന്നു. പക്ഷേ കോബ്ര അവിടെ ഉണ്ട്. കോബ്ര അത് മൂട്ടിൽ തീ പിടിച്ച് അവർ പോകേണ്ടത് എന്ത് സംഭവം എനിക്കറിയില്ല. പുതിയതായിട്ട് കാണാൻ തോന്നുന്നത്. ഇത് കണ്ട ഫ്ലെയർ അടിച്ചാണോ? TS അഗോരി അത് നൈസായിട്ട് റെവ് എടുക്കാൻ പോകണം. ടോപ്പിൻ്റെ പിള്ളേർ മൊത്തം വരുന്നുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ പുഷ് ചെയ്യില്ല. ടോപ്പ് വൈപ്പർ അവിടെ റെവ് എടുക്കണം കോബ്രയുടെ. ടോപ്പ് വാനയുടെ സൈഡിലുണ്ട്. എല്ലാവരും അത് TSൻ്റെ പിള്ളേരെ നോക്കിക്കാണ്. അത് സ്മോക്ക് വലിച്ചെറിയുന്ന TS അഗോരി. അത് TS ജോക്കർ. DTRൻ്റെ പിള്ളേർ അവിടെ നിന്ന് വരുന്നുണ്ടെന്നുണ്ട്. അത് DTRൻ്റെ പിള്ളേർ പാലം കയറി വരുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ടോപ്പ് വൈപ്പർ അത് അടുത്ത റോഡിലൂടെ സൈഡിലൂടെ പുഷ് വരുന്നു. ചുറ്റും TSൻ്റെ ചുറ്റും ആൾക്കാർ. എന്ത് ചെയ്യും? 2 vs 4. എന്ത് ചെയ്യും? അത് ഉള്ളിലേക്ക് പൊളി. അത് നൈസായിട്ട് ടോപ്പ് 2 പേർ വീണിരിക്കുന്നു. ടോപ്പിൻ്റെ 2 പേർ. ടോപ്പ് ഇൻസൈൻ. എന്ത് ചെയ്യും? നൈസായിട്ട് കോബ്ര വീണിരിക്കുന്നു. പൊളി. ഇനി വെനം മാത്രം. വെനമാണെങ്കിൽ 1 HP ആണ്. വെനത്തിനടിക്കുമോ? 2 vs 4 നൈസ് കളിയാറുന്നത്. നമ്മുടെ TSൻ്റെ പിള്ളേർ നൈസായിട്ട് ടോപ്പിൻ്റെ പിള്ളേർ അടിച്ച് തീർത്തു. DTRൻ്റെ പിള്ളേർ TSൻ്റെ പിള്ളേരെ കണ്ടിട്ടുണ്ട്. സോൺ ഉള്ളിലേക്ക് ചെറുതായിട്ടുണ്ട്. എല്ലാവരും സോണിലേക്ക് കയറണം. സോണിലാക്കി ടിപ്പുണ്ട്, LMX ഉണ്ട്, KL ഉണ്ട്, ട്രോയ് ഉണ്ട്, റെഡ് എക്സ് ഉണ്ട്. ഫ്രീ സ്പാർട്ടർ പിള്ളേർ കയറി വരുന്നു. KL ഉണ്ട്, TSS വരുന്നു. എന്താകും ഇന്നത്തെ ഡിന്നർ ആര് കൊണ്ടാകും? ഇനി TS പൊളി നൈസ് പ്ലെയർ. 2 vs 4 നൈസായിട്ട് തീർത്തിട്ട് പോയി. അത് ഉസിയൊക്കെ വെച്ചിട്ട് ഷോർട്ട് റേഞ്ചിലൊക്കെ അടിച്ചങ്ങോട്ട് തേച്ചിട്ടുണ്ട്. TSൻ്റെ പിള്ളേർ അത് DTRൻ്റെ പിള്ളേർ നോക്കിക്കാണ്. പക്ഷേ ഈ സോണില്ല. 2 പേര് സോണിൽ പറഞ്ഞാണ്. അവർ സോണിലേക്ക് കയറാൻ നോക്കില്ല, നമുക്ക് കണ്ടറിയാം. സോണിലേക്ക് ആരാണ് വരുന്നത്? സോണിൽ വരുമോ? അതവർ പുറത്ത് നിൽക്കാനാണ് പ്ലാൻ എന്നറിയില്ല. ഫ്രീക്ക് അത് നൈസായിട്ട് റെഡ് എക്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. റെഡ് എക്സ് ഉള്ളത് പുള്ളി അറിയില്ല. അത് റെഡ് എക്സ് വരെ കണ്ടു എന്നറിയില്ല. റെഡ് എക്സിൻ്റെ പിള്ളേർ താഴെയാണല്ലേ? ഓക്കെ, താഴെയാണ്.
റെഡ് എക്സിൻ്റെ പിള്ളേർ സ്പാട്ട ഫ്രീക്കിനെ തപ്പി അന്വേഷിച്ചിറങ്ങാൻ ഇവരൊക്കെ എന്താണത് സൗണ്ടൊന്നും കേട്ടില്ല, പുള്ളി ഓടിപ്പോയിട്ടൊന്നും. റെഡ് ആകെ 2 പേരുള്ളൂ, അതുകൊണ്ടായിരിക്കും. ഏറെക്കുറെ CID മയ്യത്തായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അവർ പെട്ടിയായിട്ടുണ്ട് കേട്ടോ, അവർ പെട്ടിയായിട്ടുണ്ട് മോനെ, പെട്ടിയായി അവർ പെട്ടിയായിട്ടുണ്ട്. ഇനി അടുത്ത ഫൈറ്റ് എവിടെയോ കാണാൻ പറ്റും, നമുക്ക് നോക്കാം. സോണൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി സോൺ ചെറുതാവും തോറും മടിയിട്ട് ഈ ഇൻറ്റൻസിറ്റിയും കൂടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മോനെ ഫ്രീക്ക് കൂടെ കിടക്കുന്നുണ്ട്. സോൺ ആർക്കൊക്കെയാണ് അഡ്വാൻറ്റേജ് ആവുക? LMX ടിപ്പ് KLൻ്റെ പിള്ളേർക്ക് ആ ഒരു ഏരിയയിലായിരിക്കുമോ, അതോ എല്ലാവർക്കും ഇല്ല മോനെ? മാഗ്മ ഇവിടെ നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേർക്കും TSൻ്റെ പിള്ളേർ നൈസായിട്ട് ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവരത് നൈസായിട്ട് DTRൻ്റെ പിള്ളേരായിട്ട് കോർക്കാൻ പോവുകയാണ്. മറ്റേ ടുലിപ്പ് പൂക്കളൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ സംഭവം ഒന്നാണ് DTR മോനെ. നൈസായിട്ട് DTR ബോസ് ഒരു സൈഡിലും DTR ഫ്രെല്ലും മഷറും വേറെ സൈഡിലുമാണ്. 2 പേരും 2 സൈഡിലാണ് നോക്കുന്നത്. ഇവിടെ നിന്ന് TS ഇൻസൈൻ സ്പ്രേ ചെയ്യുമോ മോനെ? അഗോരിയുടെ സ്പ്രേയിൽ ഒന്നും ഉണ്ടായില്ല, ആർക്കും ഒരു ബുള്ളറ്റ് പോലും കിട്ടിയില്ല. പക്ഷെ അവർ ലൊക്കേഷൻ കിട്ടി, അവരടിച്ച് നോക്കാക്കുകയും ചെയ്ത് അങ്ങനെ നൈസായിട്ട് അഗോരിനെ തീർത്തു. ഇനി ഇൻസൈൻ ആരെങ്കിലും വീഴ്ത്തിയോ? ഇൻസൈൻ മോനെ അങ്ങനെ ഫ്രീക്കിനെ റെഡ് എക്സിൻ്റെ ടീം തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇൻസൈൻ നൈസായിട്ട് അവിടെ നിന്ന് ഓടി. TS ഇൻസൈൻ ഒറ്റയ്ക്ക് ഇവർ 3 പേരും തീർക്കും മോനെ. KL കുക്ക് LMX ഗോസ്റ്റിനെ അടിച്ചിരിക്കുന്നു പൊള്ളി. KL കുക്ക് അവിടെ മോനെ പൊള്ളി. അങ്ങനെ TSൻ്റെ പിള്ളേരെ തീർത്തുകൊണ്ട് DTRൻ്റെ പിള്ളേർ മുന്നേറുകയാണ്. നൈസ്. അങ്ങനെ LMX അവിടെ ഫൈറ്റ് എടുക്കും. TS പിന്നിലൂടെ വരുന്നുണ്ട്. വർമ്മ ബൈറ്റ് അപ്പം തന്നെ അവിടെ നോക്കിട്ടല്ലോ നൈസായിട്ട്. മോനെ TS നൈസ് പുഷാണ്. വണ്ടി അത് കുത്തി കയറ്റി KLൻ്റെ പിള്ളേർ KL കുക്ക് അടിച്ച് നോക്കായിരിക്കുന്നു മോനെ. KL കുക്ക് നോക്കാം. ഇനി KLൻ്റെ ആരുണ്ട്? ജാസ് മാത്രം. KL ജാസ് നൈസായിട്ട് അടിക്കാൻ നോക്കി. പുള്ളി അത് ബെക്കടി ചാടി അടിക്കാൻ നോക്കുന്നുണ്ട് മോനെ. ജാസ് വരുന്നു. അങ്ങനെ KLൻ്റെ പിള്ളേരെ വൈപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷേ LMXൻ്റെ പിള്ളേർ അവിടെ നിന്ന് നൈസായിട്ട് സ്പ്രേ അടിക്കാൻ നോക്കി. ഇവിടെ നിന്ന് ബൈറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് DTR ആയിട്ട് ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ട്. ടിപ്പിൻ്റെ പിള്ളേർ മാത്രമാണ് സോണിൽ. അതെ, ടിപ്പിൻ്റെ പിള്ളേർ മാത്രമാണ് സോണിൽ. KL മാട്രിക്സ് അത് നൈസായിട്ട് സോണിൽ കയറുന്നുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ അത് DTRൻ്റെ പിള്ളേർ അവിടെ നോക്കിക്കാണ്. ഇവരത് നൈസായിട്ട് സ്മോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അവരതെല്ലായിടത്തും സ്മോക്ക് കിട്ടി ലൂട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. KL മാട്രിക്സ് അത് ഫൈറ്റ് എടുക്കുന്നുണ്ട്. പുള്ളി വെള്ളത്തിനടിയിലാണ്. പുള്ളിനെ ആരോ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, പുള്ളി വെള്ളത്തിനടിയിലായി ഇപ്പോൾ പണിയിട്ടാണ്. വെള്ളത്തിനടിയിൽ കിടന്നിട്ട് ഹെൽത്ത് ഓണൊക്കെ ഇതിൽ കാണിക്കുന്നു. അങ്ങനെ ബൈറ്റ് ഇവിടെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഈ ബൈറ്റിൻ്റെ ആർക്കൊക്കെ ഇടുന്നു? പ്ലേ സോൺ റെഡ് എക്സ് ഹീലർ അത് വീണിരിക്കുന്നു പ്ലേ സോണിൽ. കാരണം ഇത് ഓൾറെഡി അവർ വെള്ളത്തിൽ പെട്ടുപോയാൽ തീരും. കാരണം ഇത് ചെറിയ സോണാണ്, ആരും ഉള്ളിൽ കയറിയിട്ടുമില്ല. കാരണം വെള്ളത്തിൽ വെച്ച് പെട്ടിയായാൽ ഉടൻ തന്നെ മോനെ LMX ഗോസ്റ്റ് അത് നൈസായിട്ട് സ്പ്രേ ചെയ്യാൻ നോക്കുന്നുണ്ട്. മോനെ ട്രോയുടെ പിള്ളേർക്ക് എന്തെങ്കിലും സോണിൽ കയറിയേ പറ്റും. അതുപോലെ തന്നെ LMX സോണിൽ കയറും. അവിടെ ചെറിയ കോമഡി ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ നൈസായിട്ട് ഇത് ട്രോയുടെ പിള്ളേർ വന്ന് കയറി. ട്രോയുടെ പിള്ളേർ അത് നൈസായിട്ട് മോനെ TSൻ്റെ പിള്ളേരെയും അടിച്ച് തീർത്തു. പൊളിക്കളി. അങ്ങനെ TSൻ്റെ പിള്ളേരും തീർന്നിട്ടുണ്ട്. TSൻ്റെ പിള്ളേർ അടിച്ചുകൊണ്ട് ട്രോയുടെ പിള്ളേർ അത് LMXൻ്റെ പിള്ളേർ പുഷ് വരുന്നുണ്ട്. ട്രോയ് AGN ആബിഡിനെ അത് അടിച്ച് നോക്കാക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. നൈസായിട്ട് 2-3 സ്പ്രേയിൽ 2-3 ബുള്ളറ്റൊക്കെ മാറിപ്പോയി. TS എന്തൊരു അത് ടിപ്പിൻ്റെ പിള്ളേർ ആരെയൊക്കെ അടിക്കാൻ നോക്കണ്ടല്ലോ. അതാണ് മോനെ നെയ്ഡ് LMX ഗോസ്റ്റിൻ്റെ നൈസ് നെയ്ഡിൽ അത് ആബിഡ് വീണിരിക്കുന്നു മോനെ. അവിടെ നിന്ന് ടിപ്പിൻ്റെ പിള്ളേർ അത് നൈസായിട്ട് അവിടെ നിന്ന് സ്പ്രേ ഒക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു ബുള്ളറ്റ് പോലും കൊണ്ടില്ലെന്ന് തോന്നുന്നുണ്ട് മോനെ. അതേ നൈസായിട്ട് അങ്ങനെ ട്രോയ് നൈസായിട്ട് പെട്ടുപോയി. LMXൻ്റെ പിള്ളേർ നൈസായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. LMX എന്ത് ചെയ്യും? LMX അത് നൈസ് പ്രമോനെ തീർന്നു. ട്രോയുടെ അത് LMX സൈക്കോ നൈസായിട്ട് തീയിൽ പെട്ടുപോയിട്ടുണ്ട്. അത് LMX സൈക്കോൻ്റെ തീ അപ്പം തന്നെ മാറി. അങ്ങനെ LMX നൈസായിട്ട് ട്രോയുടെ പിള്ളേർ അടിച്ചിരിക്കുന്നു മോനെ. ടിപ്പിൻ്റെ പിള്ളേർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ടിപ്പിൻ്റെ പിള്ളേർ LMXന് അടിക്കുമോ ഇല്ല നമുക്ക് കണ്ടിട്ട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഫുൾ സ്കോഡ്. ടിപ്പ് വാനമുണ്ട്, വുഡ്മാൻ ഉണ്ട്, കർമ്മയുണ്ട്, സിയൂസ് ഉണ്ട്. ഇവർ 3 ഇവിടെ എല്ലാവരും കൂടി കർമ്മയെ അടിക്കില്ലേ നമുക്ക് കണ്ടറിയാം. ഇവിടെ ബൈറ്റിൻ്റെ പിള്ളേർ തന്നെ VSOപ്പിൻ്റെ പിള്ളേരായിട്ട് നൈസായിട്ട് അടി നടക്കാൻ ചാൻസ് ഉണ്ട് മോനെ. DTR ഷ്രെല്ലിന് ബൈറ്റ് വൈപ്പർ അത് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. DTR ബോസ് മാത്രം മോനെ. പിന്നിൽ നൈസായിട്ട് അടി നടക്കുന്നുണ്ട്. പിന്നിലുള്ളവരെ ആരെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം VSOP ഇത് തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്. VSOP എന്ത് ചെയ്യുക? VSOP ഇത് ബൈറ്റ് വൈപ്പറിനെ അടിച്ചിരുന്നു. VSOP മാക്ക് വീണു. അങ്ങനെ ബൈറ്റ് വൈപ്പറിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. ജാക്ക് തീർത്തിരിക്കുന്നു. പൊളി മോനെ. ബൈറ്റ് വൈപ്പർ അറിഞ്ഞില്ല പിന്നിലുള്ള മോനെ. ഒരു നെയ്ഡിൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാവരും. പക്ഷേ ആരും നെയ്ഡ് അറിയുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. അത് വർമ്മ ബൈറ്റ് നെയ്ഡ് എറിഞ്ഞു. പക്ഷേ നൈസായി പണിപ്പാളി.
VSOP ഗ്ലെൻ അവിടെ ഉണ്ട്. LMXൻ്റെ പിള്ളേർ സൈഡ് കയറിപ്പോയി, അതുകൊണ്ട് അവിടെ ഒന്നും നടന്നില്ല. വർമ്മ ബൈറ്റ് അത് സോണിലാണ് നിൽക്കുന്നത്. അത് VSOP പിള്ളേർക്ക് സോണിൽ വരേണ്ടി വരും. അത് VSOP പിള്ളേർ അത് നൈസായിട്ട് വരുന്നു. വർമ്മ ബൈറ്റ് അത് ഗണ്ണൊക്കെ എടുത്ത് വർമ്മ ബൈറ്റ് സ്പ്രേ ചെയ്ത് വീഴ്ത്തോ. മോനെ എന്തുണ്ടാവും. വർമ്മ ബൈറ്റ് മോനെ അവിടെ നിന്ന് നൈസായിട്ട് റെഡി. അതേതാരും അടിച്ച് LMX നൈസായിട്ട് ആരും അടിക്കാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. വർമ്മ ബൈറ്റിന് നേടുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. നേടില്ല. അടുത്ത സ്മോക്ക് ഇട്ടിരിക്കുന്നു VSOP. അതൊരു നേടും. അത് സ്മോക്കുകൾ വാരിക്കൊരിയെറിയുകയാണ് ടീം VSOP. അവരൊക്കെ സോണിനുള്ളിൽ കയറിയേ പറ്റൂ. അത് ചെറിയ സോണുമാണ്, കാരണം ഹെൽത്ത് പെട്ടെന്ന് പോകും. ആ ഹെൽത്ത് പോയാൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് അടിച്ചു തരാനും പറ്റും. സോ ഇവർ ഉള്ളിൽ കയറോ ഇല്ലേ നമുക്ക് നോക്കാം. കാരണം ജാക്ക് ഉണ്ട്, ജീസ് ഉണ്ട്. മോനെ LMXൻ്റെ പിള്ളേർ വണ്ടിയൊക്കെ എടുത്ത് LMXൻ്റെ പിള്ളേർ നൈസ് പുഷ്. LMXൻ്റെ പിള്ളേർ വണ്ടിയൊക്കെ എടുത്ത് വന്ന് നൈസായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. മോനെ LMX നൈസായിട്ട് മാഗ്മ LMXനെ അടിച്ചിരിക്കുന്നു. മാഗ്മത വീണ്ടിരിക്കുന്നു. LMX നേട് മാത്രം. മോനെ പൊളി. വർമ്മ ബൈറ്റിൻ്റെ പൊളിക്കളി. അങ്ങനെ ഇവിടെ ഫുൾ ടീമിനെ വൈപ്പ് ചെയ്തുകൊണ്ട് വർമ്മ ബൈറ്റ്. LMX ഗോസ്റ്റാണ്, പക്ഷേ LMX വന്നിട്ട് VSOPനെ അടിച്ചു. പക്ഷേ ബൈറ്റ് വന്ന ടീം VSOPനെ ഫിനിഷ് ചെയ്തു. അവിടെ ഒരു പൊരിഞ്ഞടിയാണ് നടന്നത്. പിന്നെ ടീം 3 പേർ മാത്രം. ആരൊക്കെയാണ്? DTR ഉണ്ട്. ടിപ്പ് തീർന്നു ഇടയിൽ. അടിപൊളി. ടിപ്പിൻ്റെ പിള്ളേർ തീർത്തായിരുന്നു കേട്ടോ ഇടയിൽ. DTR അത് ടിപ്പിൻ്റെ പിള്ളേർ തീർത്തിട്ടുണ്ട്. DTR ബോസും DTR ഷ്രെല്ലും മാത്രമാണുള്ളത്. ഇനി വർമ്മ ബൈറ്റിൻ്റെ പിള്ളേർക്ക് സോണ്ടുള്ളിൽ കയറിയേ പറ്റൂ. സോ ഇനി 3 പേർ മാത്രം. KL പുള്ളി ഓടി സ്ലോട്ട് 1-ലാണ് വന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പുള്ളി ഒറ്റയ്ക്കാണ് ഇതുവരെയും കളിച്ചത്. പുള്ളി ഒറ്റയ്ക്ക് എല്ലാവരും തീർക്കും. DTR 7 കില്ലോട് കൂടിയുണ്ട്. വർമ്മയുടെ ബൈറ്റിൻ്റെ പിള്ളേർ 9 കില്ലോട് കൂടിയുണ്ട്. അങ്ങനെ KL മെട്രിക്സ് പുള്ളി 1 കില്ലാണ് ഇതുവരെ എടുത്തത്. മെട്രിക്സിന് അടിക്കാൻ വേണോ വരുന്നതെന്ന് അറിയില്ല. എല്ലാവരും അവിടെ നോക്കിയിട്ട് അത് ബൈറ്റിൻ്റെ പിള്ളേർ സോണിലേക്ക് അത് ഓടിക്കയറുന്നു. ഇവിടെ എന്താവും ഇന്നത്തെ കളി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. DTR അടിക്കോ, ബൈറ്റ് അടിക്കോ, അത് KL അടിക്കോ. അങ്ങനെ വർമ്മ ബൈറ്റൊക്കെ നൈസായിട്ട് സോണിനുള്ളിൽ കയറിയിട്ടൊക്കെ ഉണ്ട്. ഇനി അടുത്ത സോണിനനുസരിക്കും. പുള്ളി AWM ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി താഴേക്ക് പുഷ് ചെയ്യോ ഇല്ല നമുക്ക് കണ്ടറിയാം. പുള്ളി ഇവിടെ ആരെയും സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് സ്പോട്ട് ചെയ്താൽ ഉടൻ തന്നെ പുള്ളി വിചാരിക്കുന്നത് ഏത് വീട്ടിലായിരിക്കും. പുള്ളി നോക്കുന്നുണ്ട്, സ്നൈപ്പൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോണിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നിലാരാണ്? മാഗ്മ എത്തിയിട്ടില്ല. ബൈറ്റിലാകെ 2 പേർ മാത്രം. വർമ്മ ബൈറ്റ്, മാഗ്മ. DTRൽ ബോസ് ഉണ്ട്, ഷ്രെല്ലുണ്ട്, മെട്രിക്സ് ഉണ്ട്. മൊത്തം 5 പേർ. 3 ടീം. ആരാണ് ഇന്നത്തെ ഡിന്നർ ചെയ്യുന്നത്? 2 vs 1. അത് വർമ്മ ബൈറ്റ് നൈസായിട്ട് സ്നൈപ്പ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ കൊണ്ടില്ല. പുള്ളി അതിന് സ്പ്രേ അടിക്കാനാണ് മിക്കവാറും നോക്കാതെ സ്പ്രേ അടിക്കാൻ നോക്കി. പക്ഷേ ഇവരുടെ ലൊക്കേഷൻ സ്പോട്ട് മാറിയതുകൊണ്ട് അത് ഷ്രെല്ലിനെ അടിക്കാൻ പോവുകയെന്ന് തോന്നുന്നു. അത് പുള്ളി നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താകും? വർമ്മ ബൈറ്റ് അടിക്കൂ. DTR അത് ബോസ് അത് ഉള്ളിലേക്ക് കയറുന്നു, വീടിൻ്റെ ഉള്ളിലേക്ക്. ഇവർ വീടിൻ്റെ മുകളിൽ പോയി അടിക്കാനാന്ന് തോന്നുന്നു ശ്രമം. മതി. പുള്ളി ഉസിയൊക്കെ ആയിട്ട് അത് ക്ലോസ് റേഞ്ചിൽ അടിക്കാൻ വേണ്ടി ഉസിയൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. രണ്ട് പേർ വീടിൻ്റെ ഉള്ളിൽ. ഒരു നെയ്ഡിൽ തീരാവുന്നതേ ഉള്ളൂ, പക്ഷേ ആ നെയ്ഡ് ആരെറിയുമെന്ന് നമുക്ക് കണ്ടറിയാം. അത് KL മെട്രിക്സ്. പുള്ളി ഇതരെയും സൈലൻറ്റ് അസാസിൻ എന്ന മോനെ സോൺ ആർക്ക് അഡ്വാൻറ്റേജ് അല്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. സോൺ അങ്ങ് ദൂരെ ഇത്തിരി മാറിയാണ് ഇരിക്കുന്നത്. സോൺ അഡ്വാൻറ്റേജ് ആരെടുക്കും? ജിന്നി വേണ്ടി TS തീർന്നു ബ്രോ. TS നൈസായിട്ട് തീർന്നു. മോനെ DTR ഷ്രെല്ലിനെ അടിച്ചുകൊണ്ട് KL മെട്രിക്സ്. അത് DTR ഷ്രെല്ലിനെ അടിച്ച് തീർത്തിരിക്കുന്നു. KL മെട്രിക്സ് അത് ഒറ്റയാൾ പോരാട്ടം. പുള്ളി ഒറ്റയ്ക്കാണ് ഇതുവരെയും കളിച്ചത്. പുള്ളി അത് ഒറ്റയ്ക്ക്. മോനെ മാഗ്മ അത് നൈസായിട്ട് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. DTR ബോസ് മുമ്പിലുള്ള കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ലേ? അതോ കണ്ടറിയാം. മോനെ ബോസ് അതായിരിക്കുന്നു. മോനെ മെട്രിക്സ് അത് തീർന്നിരിക്കുന്നു. ഒരാൾ മാത്രം. മോനെ DTR ബോസിനെ കണ്ടോ? ഇല്ല, ബോസിനെ കണ്ടിട്ടില്ല. ബോസ് അത് ഒറ്റയ്ക്ക് അവിടെ നൈസായിട്ട് അടിക്കാൻ നിൽക്കേണ്ടത്. മാഗ്മനെ ഇപ്പം അടിക്കും മിക്കവാറും. മാഗ്മനെ പിന്നിൽ നിന്ന് അടിക്കാൻ ചേർത്തിട്ട് മാഗ്മ കണ്ടിട്ടില്ല. ഷ്രെല്ലത് ഇപ്പുറത്താണ്. ഷ്രെല്ലിനാരും കണ്ടില്ല. പൊളി. ഷ്രെല്ലിനാരും ഇതുവരെയും കണ്ടിട്ടില്ല. ഷ്രെല്ലത് അനകാതെ പാമ്പടിച്ചെടുക്കാണ്. പുള്ളി നെയ്ഡൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അതേ ഷ്രെല്ലത് നെയ്ഡൊക്കെ എടുത്ത് നൈസ് സ്പോട്ടില്ലാതെ പുള്ളി നൈസായിട്ട് കിടക്കുന്നുണ്ട്. ഇവർ കണ്ടില്ല. കണ്ടുപിടിക്കുക, നമുക്ക് കണ്ടറിയാതെ പുള്ളി അത് അടുത്ത് നെയ്ഡ് എറിയുന്നു. ആ നെയ്ഡ് എറിയുന്നത് ആരും കണ്ടിട്ടില്ല. അത് മാഗ്മയും ബൈറ്റും അത് സോണിലേക്ക് ഓടിക്കയറുന്നു. കാരണം
മാഗ്മ വരുന്നു. മാഗ്മ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. അത് മാഗ്മ നൈസായിട്ട് DTR ബോസിൻ്റെ പൊസിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സോ ബോസ് ഒറ്റയ്ക്കുന്ന 2 മോനെപ്പോൾ DTR ബോസ് വീണിട്ടില്ല. അത് നൈസർ പ്ലേ സോൺ വരുന്നുണ്ട്. ബോസ് വീഴാൻ ചാൻസ് ഉണ്ട്. മോനെപ്പോളി ബോസ് അത് ഹെൽത്ത് അടിക്കാൻ നോക്കുന്നു. പക്ഷേ സോൺ സമ്മതിക്കില്ല. അങ്ങനെ സോൺ സമ്മതിച്ചില്ല. DTR ബോസ് അവിടെ വീണിരിക്കുന്നു. നൈസ് കളിയായിരുന്നു. പക്ഷെ അവസാനം പ്ലേ സോൺ ഡിസഡ്വാൻറ്റേജ് കാരണം DTR വീണിരിക്കുന്നു. നമുക്ക് നോക്കാം. 5, 4, 9, 10 കിലോടുകൂടി ബൈറ്റിൻ്റെ പിള്ളേരാണ് ഡിന്നർ അടിച്ചത്. DTRൻ്റെ പിള്ളേർ അത് 4, 2, 6, 7 കിലോട് കൂടി ഉണ്ട്. KL 2 കിലോട് കൂടിയുണ്ട്. 4ാം സ്ഥാനം ടിപ്പാണ്. ടിപ്പ് 1 കിലോട് കൂടിയുണ്ട്. കർമ്മയാണ് 1 കിലോ എടുത്തത്. സോറി, LMX 5, 4, 9, 2, 11, 12 കിലോട് കൂടി LMX ടീം. VSOP 5 കിലോട് കൂടി 6ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് ട്രോയുടെ പിള്ളേർ എത്ര കിലോ ഉണ്ട്? 4, 3, 7, 3, 8 കിലോട് കൂടി. അങ്ങനെ ട്രോയുടെ പിള്ളേർ 7ാം സ്ഥാനത്തുണ്ട്. സോ ഇന്നത്തെ സ്ട്രീം ഇവിടെ നിന്ന് നിൽക്കുകയാണ്. സോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഇൻസൈഡ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഇത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ പോലെയും ഞാൻ ഇന്നും വിടാവുന്നു. നാളെ നമുക്ക് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് ഈ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ബൈ.